പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 8ാം ക്ലാസ് താരീഖ് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മോഡൽ ചോദ്യങ്ങൾ ഏത് രൂപത്തിലാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണുക. നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ചോദ്യം വരുന്ന രൂപങ്ങളും വഴികളും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യാം. മോഡൽ ചോദ്യങ്ങളാണ് ആദ്യം നമ്മൾ വായിക്കുന്നത്. ഒന്നാമത്തത് സിൽ ബിമാ യുനാസിബു, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. ഒട്ടുമിക്ക പേപ്പറുകളിലും ഇതുപോലത്തെ ചോദ്യം തന്നെ ഉണ്ടാവുക. ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. കാരണം അർത്ഥങ്ങളും പേരുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടും. ഈ ഒരു പരീക്ഷയിലും മുഴുവൻ മാർക്കും നമുക്ക് വാങ്ങണം. അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ഉണ്ടാവണം. ഒന്നാമത്തത് സൗജത്തു സയ്യിദത്തി നഫീസത്തുൽ മിസ്രിയ. അവസാന പാഠത്തിൽ പറഞ്ഞ നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവിൻ്റെ പേരെന്താണ്? ഇസ്ഹാഖുൽ മുഅ്തമിൻ എന്നാണ്. എഴുതുന്നത് ശ്രദ്ധിക്കുക. 2 ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സത്തു, യോജിച്ചത് ഏതാണ്? ബിൻതു ഉമർ, മഹാനായ ഉമർ റളിയല്ലാഹുവിൻ്റെ മകളാണ് ഹഫ്സ ബീവി. നബിയുടെ ഭാര്യയാണ്, ലോക മുഅ്മിനീങ്ങളുടെ ഉമ്മയുമാണ്. 3 മാത്തത്ത് ഹഫ്സത്തു, ഹഫ്സ ബീവി മരിച്ചത് ഫി ഷഅബാന, ഷഅബാൻ മാസത്തിലാണ്. ഉമ്മു ആയിഷ, ആയിഷ ബീവിയുടെ ഉമ്മ ആരാണ്? ഉമ്മു റൂമാൻ. ഉമ്മു റൂമാനാണ് ആയിഷ ബീവിയുടെ ഉമ്മ. ഉപ്പ അബൂബക്കറാണെന്ന് എല്ലാവർക്കും അറിയാം. 5 സയ്യിദത്തു നിസാഇൽ ജന്ന, സ്വർഗീയ മഹിളകളുടെ സ്ത്രീകളുടെ നേതൃനിരയിൽ വരുന്ന സ്ത്രീ ആരാണ്? ഫാത്തിമത്തു ബിൻതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മകൾ ഫാത്തിമ ബീവിയാണ് സ്വർഗീയ സ്ത്രീകളുടെ നേതാവ്. 6 സിന്നു ആയിഷ ഇന്ദ തസ്വീജ്, വിവാഹ സമയം ആയിഷ ബീവിയുടെ വയസ്സ് എത്രയാണെന്നാണ്. അപ്പോൾ സിത്തു സിനീന എന്നതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നതാണ് യോജിച്ചത്. വീട്ടിലേക്ക് കൂട്ടിയത് എന്നാണെന്ന് ചോദിക്കുമ്പോൾ 9ാമത്തെ വയസ്സിലാണ് എന്ന് നമ്മൾ മറക്കരുത്. 7 സിന്നു ഫാത്തിമ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ വയസ്സെത്രയാണ്? സമാനിയത്തുൻ വൈശുറൂന, 28 വയസ്സാണ്. ഇതുപോലത്തെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. പാഠം നന്നായി വായിക്കുക എന്നുള്ളതാണ്. താരീഖാകുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ പാഠത്തിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ അവസാനത്തിൽ നമുക്കതൊന്ന് നോക്കിയാൽ ഏറെക്കുറെ ഉപകാരപ്പെടും. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് 2ാമത്തത് തെമ്മീം, പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഇത് അറബിയിൽ തന്നെയാണ് എഴുതേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അറബി അറിയുന്നവർ അറബിയിൽ തന്നെ എഴുതുക. ഇനി അറിയില്ല എങ്കിൽ അതിൻ്റെ ഒരു ആശയം അവിടെ എഴുതി വെച്ചാൽ ഉസ്താദ് ചിലപ്പോൾ മാർക്ക് തന്നേക്കാം, ഉറപ്പ് പറയാൻ പറ്റില്ല. 1ാമത്തത് കാനത്തു ആയിഷ, ആയിഷ ബീവി ആയിരുന്നു അഫ്ഖഹന്നാസി, ജനങ്ങളിൽ ഏറ്റവും ഫക്കീഹായിരുന്നു. വഅലമന്നാസി, ഏറ്റവും കൂടുതൽ ഇൽമുള്ളവരായിരുന്നു. വഹ്സനന്നാസി റഅയ്യൻ, അഭിപ്രായങ്ങൾ നല്ല, ജനങ്ങളിൽ ഏറ്റവും നല്ല അഭിപ്രായവും ആയിഷ ബീവിയുടേതായിരുന്നു എന്നതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. അതൊക്കെ ആയിഷ ബീവിയുടെ വിശേഷണങ്ങളാണ്. ഇനി ആയിഷയുടെ വിശേഷണത്തിൽ നിന്ന് 2 എഴുതാൻ വേണ്ടി പറഞ്ഞാൽ അഫ്ഖഹന്നാസി, അയലമന്നാസി, അഹ്സനന്നാസി റഅയ്യൻ, നല്ല തീരുമാനം, നല്ല വിവരമുള്ളവർ, നല്ല ഫിഖ് അറിയുന്നവർ. ഇതൊക്കെ നമുക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. 2ാമത്തത് ഫക്കാലത്ത് നഫീസത്തുൽ മിസ്രിയ, നഫീസ ബീവി പറഞ്ഞു ലാ ഉഫ്തിറു, ഞാൻ മുറിക്കൂല, നോമ്പ് മുറിക്കൂല. വകുന്തു അസ്അലുല്ലാഹ, ഞാൻ അള്ളാഹുവിനോട് കുറേ കാലമായി ചോദിക്കുകയാണ്. അൻ അൽക്കാഹു, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത്. വ അന സ്വാഇമത്തുൻ, ഞാൻ നോമ്പുകാരിയായിരിക്കെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ കാലങ്ങളോളമായി ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യുകയാണ്, ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വ അന സ്വാഇമത്തുൻ എന്നതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. 3ാമത്തത് കാല അലീൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു തഖദ്ദം യാ അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവേ നിങ്ങൾ മുന്നോട്ട് വരിക. ഫസ്വല്ല അലൈഹ, അങ്ങനെ ഫാത്തിമ ബീവിൻ്റെ മേലിൽ നമസ്കരിച്ചു. വദുഫിനത്ത് ലൈലൻ, അങ്ങനെ രാത്രിയിൽ മറവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആരാണ് ഫാത്തിമയുടെ ജനാസ നിസ്കരിച്ചത് എന്ന് ചോദിച്ചാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് അതിന് നേതൃത്വം നൽകിയത്. എപ്പോഴാണ് മറവ് ചെയ്തത്? രാത്രിയാണ്. ഇങ്ങനെയൊക്കെ ചോദിച്ചേക്കാം. 4 കാനത്ത് ഖദീജത്തു, ഖദീജ ബീവി ആയിരുന്നു ഇമ്രഅത്തൻ ജമീലത്തൻ, വളരെ ഭംഗിയുള്ള മനോഹരമായ സ്ത്രീയായിരുന്നു. താജിറത്തൻ, കച്ചവടക്കാരിയായിരുന്നു. ദാത്ത ഷറഫിൻ, ഉന്നത സ്ഥാനമുള്ളവളായിരുന്നു. വ മാലിൻ,
സമ്പത്തും ഉള്ളവളായിരുന്നു. അപ്പോൾ ഖദീജയുടെ വിശേഷണങ്ങൾ ചോദിച്ചാലും നമുക്ക് ഇത് എഴുതി കൊടുക്കാവുന്നതാണ്. അഞ്ചാമത്തത് റഅ അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ടു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മുഅദ്ദിബൻ ശിക്ഷിക്കുന്നതായി, പീഡിപ്പിക്കുന്നതായിട്ട്. അഷദ്ദൽ അദാബ് കഠിനമായ പീഡനം ഏൽപ്പിക്കുന്നതായി അബൂബക്കർ കണ്ടപ്പോൾ ഫഷ്തറാഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വാങ്ങി, ഫഅതഖഹു അങ്ങനെ അടിമയായ ബിലാലിനെ മോചിപ്പിക്കുകയും ചെയ്തു. ആറാമത്തത് കാല അംറുബ്നു ആസ് പറഞ്ഞു, ഇന്ന ഹൗലായി ഇവിടെ വന്ന ഈ ഒരു കൂട്ടം ആളുകൾ യഖൂലൂന അവർ പറയുന്നുണ്ട് ഫി ഈസാ നബിയിൽ വൈറമാ തഖൂലൂൻ നിങ്ങൾ പറയാത്ത പലതും ഈസാ നബിയെക്കുറിച്ച് അവർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വൈറമാ തഖൂലു എന്നതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി മൂന്നാമത്തത് ബയ്യിൻ അർബഅ 4 എഴുതുക എന്ന ചോദ്യമാണ്. വായിക്കുന്നതിന് മുമ്പ് കഷ്ടപ്പെട്ട് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സമ്മാനമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് ആമീനോ അൽഹംദുലില്ലാഹി അവസാനം കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ 4 എഴുതിയാൽ മതി. 5 ചോദ്യമുണ്ട്. 1 താരീഖു വഫാത്തി ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണ ഡേറ്റ് സനത്ത 20 ഹിജ്റ 20 2 ഇസ്മു അബൂ ഹുറൈറൻ്റെ പേരെന്താണ്? ശരിക്കുള്ള പേര് അബ്ദുറഹ്മാൻ ബിൻ സഖർ എന്നാണ് ശരിക്കുള്ള പേര്. പിന്നെ അറിയപ്പെടുന്നത് അബൂ ഹുറൈറ എന്ന പേരിലാണ്. പൂച്ചയുടെ പിതാവ് എന്നാണ് അബൂ ഹുറൈറ എന്ന വാക്കിൻ്റെ അർത്ഥം. താരീഖു തസവുജി ഹഫ്സ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്യുന്നത് സനത്ത സലാസിൻ ഹിജ്റ 3 4 മൻ സ്വല്ല അല ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ മയ്യത്ത് നമസ്കരിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. 5 സിന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന തസവ്വജ ഖദീജ ബീവിയെ വിവാഹം ചെയ്യുന്ന സമയത്ത് നബിയുടെ വയസ്സ് 25 സന 25 വയസ്സാണ്. അപ്പോൾ ചോദ്യങ്ങളൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഉസ്താദിനോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എഴുതുക. ഉസ്താദുമാർ അതിൻ്റെ അർത്ഥം നമുക്ക് പറഞ്ഞു തരും. സംശയിച്ച് എഴുതിയാൽ ചിലപ്പോൾ തെറ്റിപ്പോകും, ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 4 അജിബ് ഉത്തരം എഴുതുക എന്ന പ്രധാന ചോദ്യങ്ങളാണ്. 1 മാ സബബു തലബി ഖദീജ ലിൻ നബി അൽ ഖുറൂജ ഇല ഷാമിലേക്ക് വരാൻ ഖദീജ റളിയല്ലാഹു അൻഹ നബിയോട് ആവശ്യപ്പെട്ടതിൻ്റെ കാരണം എന്താണ്? ഷാമിലേക്ക് വരാൻ ഖദീജ ബീവി പറഞ്ഞതിൻ്റെ കാരണം ലി അന്നഹ അലിമത്ത് ഖദീജ അറിഞ്ഞിരുന്നു സിദ്ഖുഹു നബിയുടെ സത്യസന്ധതയും വ ഹുസ്ന അഖ്ലാഖിഹി നബിയുടെ സൽസ്വഭാവവും ഖദീജ മനസ്സിലാക്കിയത് കൊണ്ടാണ് വരാൻ പറഞ്ഞത്. 2 അസ്വഹാബിയു മൻഹുവ സ്വഹാബി എന്ന് പറഞ്ഞാൽ ആരാണ്? മനിജ്തമഅ മുഅ്മിനൻ ബി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുമായി ഒരുമിച്ച് കൂടിയവരാണ്. അതും മുഅ്മിനൻ വിശ്വാസിയായിക്കൊണ്ട് ഒരുമിക്കണം. ബി ബദനിഹി ശരീരം പരസ്പരം അറിഞ്ഞുകൊണ്ട് വലോ ലഹ്ലത്തൻ അതൊരു സെക്കൻഡാണെങ്കിലും സത്യവിശ്വാസിയായി പരസ്പരം അറിഞ്ഞ് നബിയോടുകൂടെ ഒരുമിച്ചവരാണ് സ്വഹാബി. 3 മത്താ അസ്ലമ ഹംസത്തു റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹുവിന് ഇസ്ലാം സ്വീകരിക്കുന്നത് ഫിസ്സനത്തി സാനിയ മിനൽ ബിഅസ നുബുവത്ത് കിട്ടി 2 വർഷം കഴിഞ്ഞാണ്. നബിക്ക് നുബുവത്ത് കിട്ടുന്നത് 40-ാം വയസ്സിലാണെന്ന് എല്ലാവർക്കും അറിയാം. 4 കം അദദു മൻ ഷഹീദ മിനൽ മലായിക്കത്തി ഹീന വഫാത്തി സഅദ് റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ ജനാസയെ അനുഗമിക്കാൻ എത്ര മലക്കുകൾ പങ്കെടുത്തു? 70 അൽഫ മിനൽ മലായിക്ക 70,000 മലക്കുകൾ പങ്കെടുത്തു. 5 മദാകാല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്താണ് പറഞ്ഞത്? ഹീന കാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹാദാ റഅ്സു റഈസുൽ അഅദാ ഇത് ശത്രുക്കളുടെ തലവൻ്റെ തലയാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞപ്പോൾ അവിടെ വന്ന് ജിബ്രീൽ എന്താണ് പറഞ്ഞത്? ആദാ സിറു മാ ലഹിക്തു ഇതാണ് ഞാൻ ചിരിച്ചതിൻ്റെ പിന്നിലുള്ള കാര്യം. ഫൽ ഉദുനു ബിൽ ഉദിനി അന്ന് കഅബയിൽ വെച്ച് ഇബ്നു മസ്ഊദിൻ്റെ ചെവിട് അബൂജഹൽ അടിച്ചു പൊട്ടിച്ചിരുന്നു. അതിന് പകരമായി ചെവിക്ക് ഇപ്പോൾ ഓട്ടകുത്തി. വർ റഉസു സായിദുൻ എന്നാൽ കഴുത്ത് മുറിച്ചെടുത്തല്ലോ, ആ തല മുറിച്ചെടുത്തത് അധികവുമാണ്. ചെവിക്ക് പകരം ചെവി അടിച്ചു പൊട്ടിച്ചു, അതിനോടുകൂടെ തന്നെ ഇപ്പോൾ തല മുറിച്ചെടുത്തത് അധികമാണ് എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് പറഞ്ഞത്. ഇനി 5 മനിൽ കായിലു ആര് പറഞ്ഞു എന്നുള്ളതാണ്. അതിൽ 1 ഉമ്മുൽ ഫദ്ൽ ഹാമിലുൻ ഉമ്മുൽ ഫദ്ൽ ഗർഭിണിയാണ് എന്ന്
ആരാണ് പറഞ്ഞത്? അബ്ബാസ് റളിയല്ലാഹു ഉമ്മുൽ ഫളിലിൻ്റെ ഭാര്യയായ അബ്ബാസ് റളിയല്ലാഹു ആണ് നബിയോട് ഉമ്മുൽ ഫളിൽ ഗർഭിണിയാണെന്ന കാര്യം പറഞ്ഞത്. 2 ലഅല്ലല്ലാഹു അൻ യുക്കിറ അയുനുക്കും, അല്ലാഹു തആല നിങ്ങളുടെ കണ്ണിനെ കുളിർമയാക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ദുആ ചെയ്തത്. അവിടെ നബി എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. 3 മാ റഅയ്തു ഔറഅ മിനൽ ഇബ്നു ഉമർ, ഇതാരാണ് പറഞ്ഞത്? ഇബ്നു ഉമറിനേക്കാളും സൂക്ഷ്മത പുലർത്തുന്ന ഒരാളെയും ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ആരാണ് പറഞ്ഞത്? മഹാനായ മൈമൂൻ ഇബ്നു മിഹ്റാനാണ് പറഞ്ഞത്. 4 അബൂബക്കർ സയ്യിദുന, അബൂബക്കർ ഞങ്ങളുടെ നേതാവാണ്. വ അഴ്ത്തക്ക സയ്യിദിന, ഞങ്ങളുടെ മറ്റൊരു നേതാവിനെ അദ്ദേഹം മോചിപ്പിച്ചിട്ടുണ്ട്. ഇതാരാണ് പറഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹു. മോചിപ്പിച്ച വ്യക്തി നേതാവ് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. 5 വൈഹക്കും, നിങ്ങൾക്ക് നാശം. ഇൻഹസംതും അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ വിട്ടുകൊണ്ട് നിങ്ങൾ ഓടിപ്പോവുകയാണോ, തിരിഞ്ഞു പോവുകയാണോ എന്ന് പറഞ്ഞത് ആരാണ്? സൊഫിയ റളിയല്ലാഹു അൻഹയാണ്. ഇനി കമ്മിൽ പൂരിപ്പിക്കാനാണ്. കാല സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പറഞ്ഞു, മാ അബ്ദലനില്ലാഹു, അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല, ഖൈറൻ, ഒരു നന്മയും പകരം തന്നിട്ടില്ല, മിൻ ഖദീജ, ഖദീജയേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു നന്മയും അള്ളാഹു എനിക്ക് ദുനിയാവിൽ തന്നിട്ടില്ല. തന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഖദീജയാണ്. വക്കാനത്ത് ഫാത്തിമത്തു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആയിരുന്നു അഹബ്ബ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയിലേക്ക് വളരെ പ്രിയപ്പെട്ടവളായിരുന്നു ഫാത്തിമ. കാല അംറുബ്നു ആസ്, അംറുബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുൽത്തു യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുന്നാസി അഹബ്ബു ഇലൈക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ജനങ്ങളിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചപ്പോൾ കാല നബിതങ്ങൾ പറഞ്ഞു, ആയിഷത്തു, ആയിഷ ബീവിയെയാണ് എനിക്കേറ്റവും ജനങ്ങളിൽ വെച്ച് ഇഷ്ടമെന്ന് പറഞ്ഞു. കുൽത്തു, ഞാൻ വീണ്ടും ചോദിച്ചു, വമിന റിജാലി, ഇത് പറഞ്ഞത് സ്ത്രീകളെ പേരല്ലേ, എന്നാൽ പുരുഷന്മാരെ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെ പേര് പറയും? കാല അബൂഹ, അവളുടെ ഉപ്പയാണ്, അഥവാ ആയിഷയുടെ ഉപ്പയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ആണുങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇനി അവസാനത്ത് തെർജിം പരിഭാഷപ്പെടുത്താനാണ്. കാനത്ത് സയ്യിദത്തു നഫീസത്തു ദാത്ത മാലിൻ ഫക്കാനത്ത് തുഹ്സിനു ഇല ജംന വൽ മർല വ ഉമൂമുന്നാസ്, നഫീസ ബീവി നല്ല സമ്പന്നയായിരുന്നു, ദുർബലർക്കും രോഗികൾക്കും പൊതുജനങ്ങൾക്കും ഗുണം ചെയ്തിരുന്നു. ഇതാണ് അതിൻ്റെ ആശയം. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ബുക്ക് നന്നായി വായിക്കുക, അർത്ഥം വെച്ച് പഠിക്കുക, ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നോക്കുക. ഇതോടെ ചോദ്യം വരുന്ന രൂപം കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൂടെ കൂടുക. അള്ളാഹു എല്ലാവർക്കും വിജയം നൽകട്ടെ. കമൻറ്റിൽ ആമീൻ പറയുന്ന എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ. ആമീൻ.